ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. മനീഷ് മഹിവാൽ തയ്യാറാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം, അതിന്റെ പുരോഗതി, DIG വിനോദ് കുമാറിനെതിരായ നടപടി വൈകുന്നു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇന്ന് തെക്കൻ കേരളം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ? മനീഷ് മഹിവാൽ. മനീഷ് മഹിവാലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ന് മനസ്സിലാക്കുന്നത്. പരിഹരിച്ചതിന് ശേഷം ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്നത് മനീഷ് മഹിവാൽ വിശദീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീങ്ങുന്നുണ്ട്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഉന്നതരെ സംരക്ഷിക്കുകയാണോ എന്ന സംശയം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പ്രകടിപ്പിച്ച പശ്ചാത്തലമടക്കമുണ്ട്. അതിനുശേഷം രേഖപ്പെടുത്തിയ 2 പ്രധാനപ്പെട്ട അറസ്റ്റുകൾ, അതിലുള്ള തുടർ നടപടികൾ ഏത് തരത്തിലാണ്, ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ ആലോചനകൾ എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ അപ്ഡേറ്റ്, അതുപോലെ തന്നെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്ന DIG വിനോദ് കുമാറിനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നതിനിടയിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഫയൽ മുഖ്യമന്ത്രിക്ക് മുന്നിലാണുള്ളത്. ഇന്ന് തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ? തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ മനീഷ് മഹിവാൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതിൽ മുൻ ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കർദാസിനെ, വിജയകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യും എന്ന തീരുമാനത്തിലേക്ക് SIT എത്തിയിരുന്നു. ഇനി ഇപ്പോൾ പിടിയിലായിട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ കൃത്യമായ പങ്കുണ്ട്. അതായത് ഇവർ ഈ സ്വർണം അബദ്ധവശാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ചപ്പോൾ അത് അറിയാതെ ഇവർ ചെയ്തതോ അല്ല. കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടുള്ള 2 പേരാണ്. 2019 സ്മാർട്ട് ക്രിയേഷൻസിന് നേരിട്ട് ശബരിമലയുമായി ബന്ധമുണ്ട്. അവിടെ എത്തി പല കാര്യങ്ങൾക്കും അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 400 ഗ്രാമോളം സ്വർണ്ണമാണ് ഈ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. പക്ഷേ ഈ സ്വർണം ശബരിമലയുടേതാണെന്ന് ശാസ്ത്രീയ പരിശോധന ഫലം വന്നത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം ഈ കേസിൽ പ്രതികളെ പിടികൂടുന്നത് പോലെ തന്നെ അത് കണ്ടെടുക്കുക എന്ന ഒരു അന്വേഷണ രീതിയിലേക്ക് കൂടി അന്വേഷണ സംഘം ഇപ്പോൾ മുതൽ കടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത DIG MK വിനോദ് കുമാറിന്റെ നടപടിയെ സംബന്ധിച്ചുള്ള വാർത്തകളാണ്. നേരത്തെയും, അതായത് ഇപ്പോഴുള്ള ഈ കൈക്കൂലി കേസ് അല്ലാതെ തന്നെ നേരത്തെ വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഔഷധ സസ്യ കൃഷി നടത്തുന്നതിന്റെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. അഴിമതി ആരോപണം മാത്രമല്ല, അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം MK വിനോദ് കുമാറിന് പ്രൊമോഷനോടുകൂടി തന്നെയായിരുന്നു ജയിൽ വകുപ്പ് DIG ആയി ഒരു സ്ഥാനം ലഭിച്ചത്. ഇപ്പോഴത്തെ അഴിമതിയും കൈക്കൂലിയും നിറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ ആഭ്യന്തര വകുപ്പിന് നേരിട്ട് വിജിലൻസ് ഡയറക്ടർ ഒരു റിപ്പോർട്ട് നൽകിയിട്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. പക്ഷേ ഇന്നോ നാളെയോ അത് മുഖ്യമന്ത്രിയുടെ ഒപ്പിന് വേണ്ടി, അതായത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുള്ള അനുമതി ലഭിച്ചാൽ MK വിനോദ് കുമാറിനെതിരെ നടപടി, ഗുരുതരമായ ചട്ടലംഘനം നടത്തി, അഴിമതി നടത്തി, കൈക്കൂലി നടത്തിയ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി MK വിനോദ് കുമാറിന് ഇന്നോ നാളെയോ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകും എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക്, TP വധക്കേസിലെ പ്രതി കൊടിസുനി അടക്കമുള്ള ആളുകൾക്ക് ജയിലിൽ പരോൾ നൽകുക, അല്ലെങ്കിൽ ജയിലിൽ വലിയ സുഖ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ നൽകുക, അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ബന്ധുക്കളിൽ നിന്നും ഒപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും നേരിട്ട് ഈ പ്രതികളിൽ നിന്നും ഒക്കെ തന്നെ പണം അല്ലെങ്കിൽ പാരിതോഷികം വാങ്ങിയിട്ടുള്ളത്. ഗൂഗിൾ പേ മുഖാന്തരം നടത്തിയിട്ടുള്ള ഇടപാടുകളാണെന്ന് വിനയായി പറയുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. റീജിത്ത്. ശരി, മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.